നമസ്കാരം. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞു. സജീവമെന്നാൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച് BJP, മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഇടതുപക്ഷം, ചുവരെഴുത്ത് പൂർത്തിയാക്കി, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് റോഡ് ഷോകളും റാലികളും വരെ നടത്തി പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നവർ. ഈ സമയത്തെല്ലാം വോട്ട് ചെയ്യുന്ന പൊതുജനം അന്വേഷിക്കുന്ന ചിലരുണ്ട്. എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ? എവിടെ പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക? അനിശ്ചിതത്വമുള്ള മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്? ഉത്തരം പലതാണ്. പലതും പലരും പറയുന്നുമുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ? രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടാകുമോ? ആലപ്പുഴയിൽ ആരായിരിക്കും? അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങൾ മാത്രമാണോ കോൺഗ്രസിനെ പിന്നോട്ട് നടത്തുന്നത്? ഫണ്ടില്ലായ്മ കോൺഗ്രസിനെ വല്ലാതെ തളർത്തുന്നുണ്ടെന്ന് പാർട്ടിയുടെ അകത്തളങ്ങളിൽ സംസാരമുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ മോഹിപ്പിക്കുന്ന BJPയുടെ മോഹന വാഗ്ദാനങ്ങൾ. അത്തരമൊരു വാഗ്ദാനത്തിന്റെ വാർത്ത ഇന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. കേരളം കണ്ട ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയുടെ നേതാക്കളുമായി ചർച്ച നടത്തി BJPയുടെ ചാലക്കുടി സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. BJP നേതാക്കൾ പലരും ആ കൂടിക്കാഴ്ച അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ പത്മജ വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കാതെ വാർത്ത കൊടുക്കുകയില്ല എന്ന് ഉറച്ചു നിൽക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. വാർത്ത കൊടുത്തത് നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രവുമാണ്. പക്ഷേ ആ വാർത്ത വന്നതിന് ശേഷം കോൺഗ്രസിന്റെ സൈബർ അണികൾ എന്ന് വിളിക്കപ്പെടുന്നവരും പ്രസ്തുത ആവേശവുമായി വരുന്ന പേജുകളും എങ്ങനെ പ്രതികരിച്ചു എന്ന് ഇനി കാണുക. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് ആ വാർത്തയ്ക്ക് ശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കമന്റുകളുടെ ഉദാഹരണം. കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തെറിയാണ് ഭാഷ. ശരി, അപ്പോൾ ഇവിടെ സംഘപരിവാർ സംഘത്തിലേക്ക് ആളെ ചേർക്കുകയാണോ മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്ന് ചോദിക്കുന്നവരോട് ഇനി ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയാം. BJPയിലേക്ക് പോകുകയില്ല എന്ന് ഓരോ ദിനവും വ്യക്തമാക്കിക്കൊണ്ടേയിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് പോയത് മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇക്കഴിഞ്ഞ 2 മാസത്തെ കണക്ക് മാത്രം എടുത്താൽ മതി. മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ BJPയിലേക്ക് പോയത്, ഝാർഖണ്ഡിലെ ഏക കോൺഗ്രസ് MP ഗീത കോട BJPയിലേക്ക് പോയത്, ഗുജറാത്തിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ മിനിഞ്ഞാന്ന് BJPയിലേക്ക് പോയത്, മുൻ പ്രസിഡന്റ് അർജുൻ മോത്വാഡിയ ഇന്നലെ പോയത്. ഇതൊക്കെ ഏതെങ്കിലും അപർണക്കുറിപ്പ് പറഞ്ഞിട്ടാണോ? ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസ് MLAമാർ വോട്ട് മറിച്ച് നൽകിയത് അപർണക്കുറിപ്പ് പറഞ്ഞിട്ടാണോ? നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് ഏത് മാധ്യമ പ്രവർത്തകരുടെ പ്രേരണയിലാണ്? സ്വന്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തവർ, ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നവരെ സ്വന്തം ചേരിയിൽ നിർത്താൻ പ്രാപ്തിയില്ലാത്തവർ എന്തടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കുറ്റം ചുമത്തുന്നത്? അത് കോൺഗ്രസിന്റെ ദൗർബല്യം മറച്ചുവെക്കാൻ മാത്രമാണ്. അത് മാത്രമാണ് ഇന്ന് അന്തിച്ചർച്ച എടുക്കുന്ന വിഷയവും അതാണ്. എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ? ഈ പട്ടിക നീളുന്നത് എത്ര ദോഷകരമായി കോൺഗ്രസിന്റെ പ്രകടനത്തെ ബാധിക്കും? ചർച്ചയിലേക്ക് സ്വാഗതം.